നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും വൈകുന്നേരം സ്നാക്സിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ദോശയാണ് കേട്ടോ. ചെറുപയർ പരിപ്പ് 1 കപ്പ് എടുക്കുക. അതിനകത്തേക്ക് 1/4 കപ്പ് കടലപ്പൊടി, 1/4 കപ്പ് റവ, കുറച്ച് പച്ചമുളക്, 1-2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഉപ്പ്, പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര, കുറച്ച് ഈസ്റ്റ് എന്നിവ ഇട്ടിട്ട് കുറച്ച് ജീരകവും വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിവ ഇട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യുക. അതിനകത്തേക്ക് കുറച്ച് തൈരും ആഡ് ചെയ്യുക. തൈര് മസ്റ്റായിട്ടും ആഡ് ചെയ്യണേ. ഇത് നമ്മുടെ ദോശയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ അരച്ചെടുക്കുക. നല്ല ലൂസ് ബാറ്റർ ആയിരിക്കണം. അതൊരു 10 മിനിറ്റ് അടച്ച് വെക്കുക. നമുക്കിതിനകത്തേക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ചട്നി കൂടി ഉണ്ടാക്കാം. കുറച്ച് തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക് ഉണ്ടെങ്കിൽ അതിടാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായി അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് ആവേണ്ട കാര്യമില്ല കേട്ടോ, ഫൈൻ പേസ്റ്റ് ആവണ്ട. അതിനുശേഷം അതിനകത്തേക്ക് ഇടുന്നതിനുള്ള വറ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, കൊല്ലമുളക്, പിന്നെ കടുക്, ജീരകം വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ ജീരകം ഇട്ടതാണല്ലോ. പിന്നെ ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, കറിവേപ്പില, ഇവ നന്നായി വറുത്തെടുക്കണം. നല്ല ചുമന്ന നിറമാവുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം കുറച്ചതിന് ശേഷം കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യുക. അത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് ചമ്മന്തിയിലിട്ട് ഇളക്കി നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചമ്മന്തി ചൂടാക്കേണ്ട കാര്യമില്ല, ഈ വറ ചമ്മന്തിയിലേക്ക് ഇട്ടാൽ മാത്രം മതി. ദോശക്കല്ല് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് എണ്ണ പുരട്ടുക. അതിനകത്തേക്ക് നമ്മൾ സാധാരണ ദോശ ചുടുന്നത് പോലെ തന്നെ ഇടുക. ഇത് ഊത്തപ്പത്തിൻ്റെ പോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശയായിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ്. ഇപ്പോൾ ഞാൻ സവാളയും തക്കാളിയും ഇതിൻ്റെ മുകളിൽ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നെയ്യ് ഇതിനകത്ത് ആഡ് ചെയ്യുക. നെയ്യ് ഒഴിച്ചാൽ നല്ലൊരു ഫ്ലേവറാണേ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യ് അധികം ഇട്ടിട്ട് കൊടുക്കുക. ഇത് നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശയായിരിക്കും കേട്ടോ. എന്നും അരി ഉഴുന്ന് മാത്രം ദോശ കഴിക്കാതെ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും എല്ലാം നല്ലതാണ്. ചട്നി തന്നെ വേണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. സാമ്പാർ വേണമെങ്കിൽ സാമ്പാർ കൂട്ടി കഴിക്കാം. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീട്ടിലുണ്ടാക്കി കൊടുക്കുക. ആരാണല്ലേ നമ്മൾ വെറൈറ്റി ആഗ്രഹിക്കാത്തത്? എന്നും നമ്മൾ ഒരേ ഡിഷ് തന്നെ ഉണ്ടാക്കുമ്പോൾ അത് മടുപ്പുളവാക്കില്ലേ? അത് മാറ്റാനായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യൂ. പിന്നെ ചെറുപയർ പരിപ്പാണെന്ന് വിചാരിച്ച് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിടേണ്ട കാര്യമില്ല. 2-3 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടാൽ അത് കുതിർന്ന് കിട്ടിക്കോളൂ കേട്ടോ. തലേ ദിവസം വെള്ളത്തിലിട്ടില്ല എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു ഇൻസ്റ്റൻറ്റ് ദോശയായിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ. താങ്ക് യു.